തൃശൂർ പൂരം വീഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ നടപടി. സിറ്റി പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും മാറ്റും. പരാതികളിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ഡിജിപിക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. കളം നിറഞ്ഞ് ദേശീയ നേതാക്കൾ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ മോദിക്കും രാഹുലിനും ഒരേ സ്വരമെന്ന് പിണറായി വിജയൻ. ഉയരുന്ന വിമർശനം. പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. പിണറായിക്കും മോദിക്കും ലക്ഷ്യം രാഹുൽ എന്ന് വി.ഡി. സതീശൻ. പിണറായി വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇവരുടെ പ്രസ്താവനകൾ ഏതോ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് തയ്യാറാക്കിയതുപോലെയാണ്. പരാതികൾ ഒഴിയാതെ വീട്ടിലെ വോട്ട്. പത്തനംതിട്ടയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട്. 3 പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കേസെടുത്ത് പോലീസ്. പേരാവൂരിലും പയ്യന്നൂരിലും വീഴ്ചയില്ലെന്ന് കണ്ടെത്തൽ. കെ ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ വീണ്ടും കേസ്. ലീഗ് പ്രവർത്തകനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു. രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം നൽകുന്നുവെന്ന ആരോപണം. ശശി തരൂരിനെതിരെ സൈബർ പോലീസ് കേസെടുത്തു. സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ മോഷണത്തിൽ പ്രതി പിടിയിൽ. മുംബൈ സ്വദേശി മുഹമ്മദ് ഇർഷാദിനെ കസ്റ്റഡിയിലെടുത്തത് കർണാടകയിൽ നിന്ന്. മോഷ്ടിച്ചത് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ 1 കോടി രൂപയുടെ വസ്തുക്കൾ.